അച്ഛാ, ഇന്ന് അച്ഛനെ കാണാൻ സാധിച്ച വലിയ കാര്യമാണ്. എൻ്റെ പേര് ഏബ്രഹാം മുളമൂട്ടിൽ. ഞാൻ തിരുവല്ലയിലാണ് മെക്ഫാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളും അതിൻ്റെ ഫൗണ്ടറുമായിരുന്നു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെതും ചെയർമാനും CEO ആയിരുന്നു. അങ്ങനെ തിരുവല്ല പ്രദേശമായിട്ടും പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഞാൻ 25 വർഷം മുൻപാണ് ആ കോളേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണെങ്കിലും പിന്നീട് അത് ഓട്ടോണമസ് കോളേജായിട്ട് തീർന്നു. അതിൻ്റെ ചരിത്രം നമുക്കിടയ്ക്ക് സംസാരിക്കാം. ഇപ്പോൾ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ഒന്ന് അച്ഛനൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. 2003 ചേർത്തലയിൽ നൈപുണ്യ കോളേജ് തുടങ്ങുന്നത്. 1998 അങ്കമാലിക്കടുത്ത് പൊങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററായിട്ട് നൈപുണ്യ തുടങ്ങി. വൈകാതെ 2-3 വർഷത്തിനുള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു കോളേജായിട്ട് മാറി. അതിൻ്റെ സിൽവർ ജൂബിലി കഴിഞ്ഞു. ഇപ്പോൾ ചേർത്തലയിൽ ഇപ്പോൾ കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ഈ കോളേജ്. ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, ചേർത്തല ആലപ്പുഴ ജില്ലയിലെ താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കടലോര ഗ്രാമങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, കയറുതൊഴിലാളികളുടെ മക്കൾ, വളരെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന താരതമ്യേന ദാരിദ്ര്യാവസ്ഥ കൂടുതലുള്ള ഈ പ്രദേശത്ത് ഇവിടുത്തെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതകൾ വളരെ കുറവായിരുന്ന ഒരു സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ഇങ്ങനെ നൈപുണ്യ കോളേജ് തുടങ്ങിയ വഴി ഒരുപാട് പേരെ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനും ഒരുപാട് കുടുംബങ്ങളെ വളർത്താനും സഹായിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ അതിൻ്റെതായ ഒരു പങ്കുവഹിക്കാൻ നൈപുണ്യ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എബ്രഹാം അച്ഛനെ കാണുമ്പോൾ വളരെ സന്തോഷം. എബ്രഹാം അച്ഛൻ ഒരു പയനിയറാണ് ഒരുപാട് കാര്യങ്ങൾക്ക്. മെക്ഫാസ്റ്റിന്റെ തുടക്കം തന്നെ അതിലെ രൂപതയിലെ മെത്രാൻ പോലും അല്ലെങ്കിൽ രൂപതയിലെ ആരും ചിന്തിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാകുന്നു. അച്ഛൻ്റെ തുടക്കം തന്നെ ഡിഗ്രി കോളേജ് അല്ല, PG കോളേജാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾ എങ്ങോട്ട് പോകണം, അതിനൊരു ഉത്തരം നൽകിയതാണ് അച്ഛൻ. അച്ഛനെ അതിന് എന്താണ് നേരെ PG തുടങ്ങാനായിട്ട് പ്രചോദിപ്പിച്ച ഒരു കാര്യം? അതിന് കാരണം അതാണ് ഞാൻ ഇന്നത്തെ ഇപ്പൊ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതല്പം ചരിത്രം കൂടെ പറയേണ്ടത് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മനുഷ്യന് അറിവ് കിട്ടുന്നതിന് എപ്പോഴാണ് മനുഷ്യൻ്റെ വിജ്ഞാനത്തെ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനായി തീർന്നത്. നോളജ് സൊസൈറ്റി, നോളജ് എക്കോണമി എന്നുള്ള വാക്ക് ഇപ്പോഴാണ് നമ്മളിപ്പം അത് കുറച്ച് ഇവിടെ കേരളത്തിലെ നോളജ് എക്കോണമി എന്ന് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും അത് കൃത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ അറിയത്തില്ല. എൻ്റെ കാരണം ഞാൻ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനാണ് അത് പിന്നീട് കൃത്യമായിട്ട് തുടങ്ങി. ഞാൻ അവിടെ ബെൽജിയത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നതിനാണ് ഈ വാക്ക് തന്നെ കേൾക്കുന്നത്, നോളജ് എക്കോണമി എന്ന് പറഞ്ഞ വാക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വാക്കാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്ക്. അതുവരെ അത് നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാലും അത് എന്താണ് കണ്ടന്റ് എന്നാന്ന് പലർക്കും പിടികിട്ടിയിട്ടില്ല. എനിക്കും പിന്നീടാണ് മനസ്സിലായത് യൂറോപ്യൻ യൂണിയനും ഒക്കെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം നോളജ് എക്കോണമി എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കാൾ മാർക്സിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടം, അഗ്രേറിയൻ സൊസൈറ്റിയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ, ലേബർ, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നെ കൂട്ടാം, അത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം ഉള്ള സമയത്താണ് നമ്മൾ പറയുന്നത് അന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതിനോടനുസരിച്ചുള്ളതായ തൊഴിലാളി പ്രശ്നങ്ങളും ഒക്കെ സമൂഹം മുഴുവൻ വരുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസവും ഒരുപാട് ഡെവലപ്പ് ചെയ്തതും ഒക്കെ. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു 60 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ കമ്പ്യൂട്ടർ വേൾഡ് വന്നത്. അപ്പോൾ അതിന് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതിന് മുമ്പ് പറയുന്ന 2-3 വാക്കുകളൊന്ന്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ആവി യന്ത്രമാണ്. അതാണ് ട്രെയിൻ സഹിതം വന്നത് അതിനകത്ത്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാണ്. അപ്പോഴത്തേക്ക് കൺവെയർ ബെൽറ്റുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് വരികയും ഇലക്ട്രിസിറ്റി വന്നപ്പോഴത്തേക്ക് കൺവീനിയൻസ് ഒരുപാട് വന്നു കഴിഞ്ഞു, വീടുകളിൽ വന്നു, എല്ലാ കാര്യങ്ങളും.
പിന്നെ അടുത്തത് വന്നതാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ 60, 70 ഒക്കെ ആയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തത്. അതാണ് പീറ്റർ ട്രക്കർ അത് പറയുന്നത്. അപ്പം ഈ ക്യാപിറ്റല് ഹ്യൂമൻ ബ്രെയിനാണ് അടുത്ത മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായിട്ട്, കമ്പ്യൂട്ടറല്ല. പലരും അങ്ങ് അറിയാതെ വിചാരിക്കുന്നത് കമ്പ്യൂട്ടറാണ് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ചേഞ്ച്. അല്ല, അത് ഹ്യൂമൻ റിസോഴ്സസാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രോബ്ലം എന്ന് പറയുന്നത്. ഏറ്റവും ഇൻ്റലക്ച്വലായ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ശക്തി. ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ കേരളത്തിൽ ഇഷ്ടം പോലെ കോളേജുകൾ പഠിക്കുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷനും നോളജ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങുമില്ല. അപ്പോഴാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഞാൻ യൂറോപ്പിൽ ഇത് കണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ അന്നും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഞാൻ അവിടുത്തെ ഗവൺമെൻറ് തന്നെ പറയുന്നത് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെ അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് വരെ നമ്മളെ കണക്കാക്കിയിരുന്നത് ബുള്ളോക്കാർട്സും സ്നേക്ക് ചേമേഴ്സും അങ്ങനെയുള്ള ആൾക്കാരെ കണക്കാക്കിയിരുന്നിടത്തുനിന്നാണ് നമ്മളെക്കുറിച്ച് കണക്കാക്കുന്ന കമ്പ്യൂട്ടർ വിദഗ്ധന്മാരാണ്. അങ്ങനെയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാവരും പുറത്തോട്ട് പോയത്. ഇപ്പം നമ്മളിന്ന് വേൾഡിലുള്ളതായ 10, 30, 40 CEOs ഇൻ ദ വേൾഡ് ഈസ് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരും ആ നോളജ് വർക്കേഴ്സാണ്. അപ്പം ഇത് ഈ ഇന്ത്യക്കും കേരളത്തിനും ഇത് സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ IIT-കളൊക്കെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലും IIT-കളിൽ നിന്ന് വരുന്ന ആൾക്കാർ മുഴുവൻ പുറത്തോട്ട് പോയി. അതാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ ബ്രെയിൻ ഡ്രെയിൻ തിരിച്ചു വരുന്നത് നമ്മൾ 90-ലെ 91-ലെ നമ്മുടെ ലിബറലൈസേഷന് കൂടിയാണ് തിരിച്ചു വന്നിട്ട് കുറച്ച് വർക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് നോളജ് എക്കോണമിയിലേക്ക് അന്നേരവും വന്നിട്ടില്ല. നമ്മൾ അഗ്രേറിയൻ സൊസൈറ്റിയാണ് നമ്മളിപ്പോഴും. അതേ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വേൾഡുകളുമാണ് അതേ സമയത്തിന്. അപ്പോൾ ഇത് അങ്ങനെ ഇന്ത്യക്ക് പറ്റത്തുള്ളൂ. കാരണം ഇന്ത്യ അത്രമാത്രം വാസ്റ്റായിട്ടുള്ള കൾച്ചറും വാസ്റ്റായിട്ടുള്ള തിങ്കിങ്ങുമാണുള്ളത്. അപ്പോൾ ഒരേ സമയത്ത് ബുള്ളോക്കാർട്സും ഉണ്ടായിരിക്കും നമ്മുടെ റോഡിൽ, ആനയും നമ്മുടെ റോഡിലുണ്ട്, പശു ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടെക്നോ പാർക്കുകൾ പോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയാണ് ഞാൻ കേരളത്തിൻ്റെ ഒരു പുതിയ കാലച്ചാർട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നോളജ് എക്കോണമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ കോളേജിലും ഇത് പറയുന്നത് നോളജ് എക്കോണമി എന്ന് പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, സാറന്മാർക്കും മനസ്സിലാകില്ല. അപ്പോൾ നോളജ് എക്കോണമി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ കമ്പ്യൂട്ടർ അല്ല, ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രാജ്യം ഭയങ്കര പവർഫുള്ളായിട്ട് തീരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം ചെയ്താൽ മതി എന്ന് തോന്നി. ഗ്രാജുവേഷൻ വേണ്ട, പോസ്റ്റ് ഗ്രാജുവേഷൻ ആദ്യം ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് ആദ്യം ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലോകത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ അങ്ങനെയാണ് നല്ലതായിട്ട് കണക്കാക്കുന്നത്. നമ്മളെ നേരത്തെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെന്ന് കണക്കാക്കുന്ന അവസരത്തിൽ നമ്മൾ ഏറ്റവും കണ്ടത് ഏറ്റവും വലിയ മിടുക്കന്മാരുടെ ഒരു വലിയ കമ്പ്യൂട്ടർ വിസാർഡ്സ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ MCA ആണ് തുടങ്ങുന്നത്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് MBA പ്രോഗ്രാം കൂടെ ഒന്നിച്ചു തുടങ്ങുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടെ തുടങ്ങി ഞാൻ, ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ഞാൻ പറയാം. ഇവിടെ MSc കോഴ്സ്, അത് ഇന്ത്യയിൽ ആദ്യത്തെ കോഴ്സ് ഞാൻ തുടങ്ങുന്നത് മെക്ഫാസിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ പ്രശ്നം നമ്മുടെ ജനറ്റിക്കൽ മെറ്റീരിയൽ കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്, അത് തന്നെ അതിന് വേണ്ടിയുള്ള കമ്പനി തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ സ്റ്റുഡൻ്റാണ്, എൻ്റെ സ്റ്റുഡൻസാണ് ആ കമ്പനി, ഞാനാണ് അതിൻ്റെ അകത്ത് മെയിൻ ആളായിട്ട്. അപ്പോൾ ഞാൻ പ്രിസിസോമിക്സ് എന്നാണ് ഞങ്ങളുടെ പേരിട്ടിരുന്നത്. പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ ഓമിക്സ് എന്ന് പറയുന്നത് മുഴുവൻ ജനറ്റിക്സുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, നോളജ് ക്രിയേറ്റ് ചെയ്തതും അതനുസരിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെന്നുള്ളതാണ് എനിക്ക് വരുന്നത്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ജനറ്റിക്കൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ടൂള് പോലെ കണക്കാക്കിയാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനകത്തും ഉണ്ടാകാം, മാനേജ്മെൻറ്റ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ IT-BT മാനേജ്മെൻറ്റ് ഇത് മൂന്നും കൂടെ ചേർത്ത ഒരു വിദ്യാഭ്യാസ ചിന്തയായിരിക്കണം ഉള്ളത്. അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുമാണ് ഞാനന്ന് ചിന്തിച്ചത്. കാരണം പലപ്പോഴും വരുന്നത് നമ്മുടെ എല്ലാ കോളേജുകളിലും കണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുഴപ്പം വളരെ സെഗ്മെൻ്റായിട്ട് വെച്ചേക്കുക. ഞാനൊരു കമ്പ്യൂട്ടർ, ഞാൻ ഞാൻ എക്കണോമിക്സ് പഠിച്ചു, ഞാൻ ഹിസ്റ്ററി പഠിച്ചു, ഞാൻ സയൻസ് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് പഠിച്ചു. ഇത് തമ്മിലല്ലേ ബന്ധം ചോദിച്ചാൽ അത് ഞാനങ്ങ് പഠിപ്പിക്കാൻ നടക്കുക. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരു പ്രോബ്ലമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂറോപ്പിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാനവിടെ തിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ചത്. പക്ഷേ അവിടെ കുട്ടികൾ വരുന്നതിൻ്റെ അകത്ത് അവിടെ പഠിക്കാൻ വരുന്നത് എത്തിക്സ് പഠിക്കാനായിട്ട് ആൾ വരുന്നുണ്ട്, അവിടെ മറ്റ് വിഷയങ്ങളും അന്ന് പഠിക്കുന്നതെല്ലാം ഒന്നിച്ചാണ്. അപ്പം നമുക്ക് ക്രെഡിറ്റ് എടുത്താൽ മതി. എനിക്കിഷ്ടമുള്ളിടത്തുനിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. അതിനകത്ത് ഞങ്ങളുടെ ഡീൻ മാത്രം അത് സർട്ടിഫൈ ചെയ്താൽ മതി. ഇത്രയും ക്രെഡിറ്റ് ഒരു 10 കോഴ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മളിവിടെ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അത് തന്നെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് ഈ മോഡലുണ്ട് ഇതിനകത്ത്. പക്ഷേ അത് ഞാൻ നല്ലതാണെന്ന് പറയും. കാരണം എന്ന് ചോദിച്ചാൽ യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളതായ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു സ്റ്റോറി നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം കിടക്കുന്നത്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ലോർഡ് മെക്കോളിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആദ്യം, അല്ലെങ്കിൽ നമ്മളിന്ന് മോഡേൺ വിദ്യാഭ്യാസം നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിരുന്നു അന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു വളരെ കൃത്യം, അവർക്ക് വളരെ കൃത്യമായിട്ടായിരുന്നു. കാരണം അവരുടെ ക്ലർക്കുമാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അവരുടെ പിയൂണിന് വരെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെയൊക്കെ ഒരു വെള്ളം വേണമെന്ന് പറഞ്ഞാലും അപ്പോൾ അവരെന്നെ ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു വലിയ അജണ്ടയായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതിന് മിനിറ്റ്സ് ഓഫ് ഇതാണ് വന്നത്. അപ്പോൾ അവരൊരു മോഡലായിട്ട് ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ കോളനി മെമ്പേഴ്സിനെ എല്ലാവരെയും ഭാഷ പഠിപ്പിക്കണം, ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ളതാണ് പഠിച്ചത്. അല്ലാതെ അവർ നമ്മളെ നന്നാക്കി കൊടുക്കുക. പക്ഷെ നമുക്കത് ഉപകാരമായെന്നുള്ള വേറെ കാര്യം, ഒരു ഗ്ലോബൽ ബിസിനസ്സിനകത്തും ഗ്ലോബൽ ലാംഗ്വേജിനകത്തും നമുക്ക് ഉപയോഗപ്രദമായി. പക്ഷേ യഥാർത്ഥമായിട്ട് അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമായിരിക്കും. പക്ഷേ നമുക്കത് ഉപകാരപ്രദമായി തീർന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പം കമ്പ്യൂട്ടർ ലോകത്തിലും ചൈനയ്ക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതൽ അഡ്വാൻറ്റേജ് ഇന്ത്യക്കാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ അവിടെ ഞാനിത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണെന്നും അത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുള്ളതും മനസ്സിലായി. നേരത്തെ ഉള്ളത് ഈ ലാൻഡും ക്യാപിറ്റലും മാത്രമാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിടത്ത്, ഇന്നിപ്പം ഹ്യൂമൻ ബ്രെയിൻ ഈസ് എ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും അത്യാവശ്യം. അതാണ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നതും ഉള്ളത്. അപ്പോൾ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ ഒത്തിരി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി. നമ്മളിന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ എല്ലാം ഗംഭീരമായിട്ട് പഠിച്ചു. പക്ഷെ ഒരു കാര്യം നമുക്ക് വരും, നമ്മളും യൂറോപ്പിലുള്ളതും അല്ലെ അമേരിക്കയുമായിട്ടാണ് ഇതിനെ പ്രത്യേകിച്ച് പറയാനൊക്കുന്നത്. അമേരിക്കയിലാണ് ഇപ്പോഴും ഒത്തിരി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്റ്റീവ് ജോബ് ചെയ്തത് ഗരാജിലിരുന്നു, അല്ല ഇതൊക്കെയാണ് നമ്മൾ കഥകൾ കേൾക്കുന്നത്. അവർ പഠിച്ച ഡ്രോപ്പ് ഔട്ട്സ് ആണ് അവരൊക്കെ പലരും. അതൊക്കെ ഇത് കേട്ടിട്ട് നമ്മൾ പറയാം, നമ്മളെല്ലാം കൂടെ പള്ളിക്കുടിച്ച് പോകണ്ടെന്ന് പറയാമല്ല എൻ്റെ അർത്ഥം. എല്ലാവരും അത് ഉണ്ടാകുന്നത്. അപ്പം അവിടുത്തെ അമേരിക്കയുടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിന്റെയും കൂടെ അവരുടെ ചിന്താഗതിയുടെയും കൂടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ അച്ഛൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അവരുടെ ചിന്തയെക്കുറിച്ചുള്ളത്. നമ്മുടെ അകത്തെ ചിന്തയെന്ന് ചോദിച്ചാൽ, നമ്മൾ അന്ന് വരെ പഠിച്ചത് എൻ്റെ അകത്തെ ഒരു തത്വശാസ്ത്രം പറഞ്ഞ എഡ്യൂക്കേഷൻ, ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ലോർഡ് മെക്കോളെ പറഞ്ഞതിന് ശേഷവും പിന്നെ നമ്മുടെ എല്ലാത്തിനകത്തും പറഞ്ഞ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് എ ജോബ്. അപ്പോൾ ഈ ജോബ് എന്ന് പറയുന്നതിനകത്ത് അത് ക്ലർക്ക് ഉദ്യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഇന്ത്യയിൽ, കേരളത്തിലും. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുക എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ഞാൻ നോളജ് എക്കോണമിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ്, മറ്റൊരു ജോബ് അങ്ങ് ചെയ്താൽ മതി. ഞാൻ കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറിന് പകരം എൻ്റെ തല ഇങ്ങനെ ഉപയോഗിച്ചു, എന്തിനാണെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നേ ഇല്ല. എനിക്ക് വേണ്ടി ചിന്തിക്കേണ്ട, എനിക്ക് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇതിനകത്ത്. വെറസ് നോളജ് എക്കോണമിയിൽ അങ്ങനെയല്ല. നീ തന്നെ ചിന്തിക്കണം, നീ തന്നെ ക്രിയേറ്റ് ചെയ്യണം, ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ വരിക. അവിടെയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ ആക്കുന്നത്. അപ്പം ഫ്രം എഡ്യൂക്കേഷൻ ഫോർ ജോബിന് പകരം ഞാൻ പറയുന്നത് അടുത്ത വന്നതാണ്, നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിക്കകത്തൊക്കെ വന്നിരിക്കുകയാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൺടർപ്രണർഷിപ്പ്. ഒരു വലിയ ചിന്ത. ഇപ്പം നമ്മളിപ്പം കോളേജിലും ഒക്കെ അച്ഛൻ പഠിപ്പിക്കുന്നതൊക്കെ അതിനകത്ത് എല്ലാവരും പറഞ്ഞ് കുട്ടികളെല്ലാവരും ജോലി കണ്ടെത്തണമെന്ന്. അതിനും കാലഘട്ടം കഴിഞ്ഞതാണ്. ഞാനിപ്പം ജോലി കണ്ടുപിടിക്കുക എന്നതിനേക്കാൾ ജോലി കൊടുക്കുന്നവരാവണം ലെവലിലേക്ക് വളർത്താനാണ് വാക്കാണ്. ഞാൻ അതിനും അപ്പുറത്തോട്ട് മാറുകയാണ്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇതാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ഈ പറയുന്നത്. അതായത് ഇതിപ്പം കിടക്കുന്ന ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ 2020 നമുക്കുണ്ടായ NEP, അതിനകത്തും അത് തന്നെയാണ് ജോബിലേക്ക് എത്തുന്നതിനകത്ത്. പക്ഷെ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അത് കേരളം പുതിയ എഡ്യൂക്കേഷൻ പോളിസി സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അതിനകത്ത് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഇന്നൊവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഈ രണ്ട് വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് എഡ്യൂക്കേഷൻ ഫോർ ഇന്നൊവേഷൻ. എല്ലാം ചോദിക്കുക എന്താണ് ഇന്നോവേറ്റ് ചെയ്യുന്നത്, നമുക്ക് എല്ലാ ദിവസവും ഇന്നോവേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, അത് വ്യത്യസ്തമാണ്. അപ്പം നോളജ് എക്കോണമിയും എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നോട് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നോട് ചോദിച്ചു, അമേരിക്കയിലെ ഒരു വീട്ടിലെ ഒരാൾക്ക് ഒരു ചിന്ത വരികയാണ്, അതായത് എൻ്റെ വീടിൻ്റെ മുൻവശത്തെ ഗാർഡൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരാളെ വിളിക്കണം. അവർ വിളിക്കുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചു. നമ്മുടെ നാട്ടിലെ അപ്പൻ നമ്മുടെ മുൻവശത്തെ ഗാർഡൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തോ ആയിരിക്കും അതിനകത്ത് സാറിന് നമ്മുടെ അവിടുത്തെ ഗോപാലനെ വിളിച്ചു. അല്ലെങ്കിൽ ഏറ്റവും അപ്പൻ വിളിക്കുന്ന പറഞ്ഞാൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, അപ്പൻ ആരെയാണ് വിളിക്കുന്നത്? മറ്റവനെ വിളിച്ചാൽ നമുക്കൊരു കാര്യമുണ്ട്, അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയും. തെങ്ങിന് കളവെടുക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പം വാഴയ്ക്കായിരിക്കും എന്നത്. അവനെ അപ്പോൾ ഒരാളോടെ കാണണം. പക്ഷെ നമ്മുടെ മറ്റൊരു ഗോപാലുണ്ട്, ആ പുള്ളി വന്നാൽ അവനെല്ലാം നോക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. കൃഷി അവൻ കംപ്ലീറ്റ് ആയിട്ട്, അവനൊരു വെള്ളപ്പിടത്തിലും പോയിട്ടില്ല, അവനെ വളരെ ഇതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ ആളാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അവിടെ എടുക്കുന്നത്? അവിടെ ഇതുപോലെ തന്നെ വരികയാണെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ അവർക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചാൽ അവിടെ ഉടനെ തന്നെ വരുന്ന ആൾ ഒരു കമ്പ്യൂട്ടറുമായിട്ടാണ് വരുന്നത്. ഇരിക്കെ നമുക്കിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് അവർ പറയാൻ പോകുന്നത്, അവരാദ്യം മുനിസിപ്പാലിറ്റി എന്നുള്ളത് കേബിൾസ് എല്ലാം ഇവിടെ വന്ന് നോക്കും, ഇലക്ട്രിക്കൽ ലൈൻസ് എന്ന് നോക്കും. അതിനുശേഷം അവർ പറയും ഇന്ന ചെടികളാണ് നല്ലത്, കാരണം ഈ വേര് അതിൽ പോകും, ഇന്നത് ഇവിടെ വരാം, ഇന്നത് വരും. ദിസ് ഈസ് എ നോളജ് വർക്ക്. മറ്റേ ആളുടെ നോളജ് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ, ഞാൻ പറഞ്ഞില്ലയോ, നമ്മുടെ ഗോപാലനും ഈ ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കൺസൾട്ടനെ പോലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും അതിൻ്റെ ക്വാളിറ്റിയിലും മാറുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞത് നോളജ് എക്കോണമിയിൽ എങ്ങനെയാണ് പോകുന്ന രീതി, അത് മാനുവൽ വർക്കർ അല്ല, നമ്മൾ ഇപ്പോൾ നോളജ് വർക്കറാണ്. അതാ പീറ്റർ ഡ്രക്കർ പറയുന്ന വാക്ക് അത് തന്നെയാണ്. ഇവരുടെ മാന്യൂസ് എന്ന് നമുക്കറിയാമല്ലോ, മാന്യൂസ് കൈ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴേ ബുദ്ധിയാണ്. അപ്പം നോളജ് വർക്കർ എന്ന് പറയുന്നത് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മുടെ കുട്ടികളെയും നമ്മുടെ യൂണിവേഴ്സിറ്റിയും നമ്മുടെ അധ്യാപകരും ഇങ്ങനൊന്നും ചിന്തിച്ചേ. ഞാൻ ഈ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു കേറ്ററിംഗ് കോളേജ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മാനേജ്മെൻറ്റ്, അവരെല്ലാവരും നോളജ് വർക്കറാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടനെ പറയും, അയ്യോ അതാണോ, നമുക്കൊരു സംശയം. സാറിനോട് ചോദിച്ചു, സാറ് പറയും ഞാൻ നോളജ് വർക്കറാണോ എന്ന് തോന്നുന്നില്ല. ആ വാക്കിന് പ്രശ്നം അതില്ല. പുള്ളിയുടെ ഞാൻ പ്രൊഫസറാണ്, ഞാൻ നോളജ് ക്രിയേറ്ററാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ ഒക്കുമോ? അപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ടീച്ചർ തന്നെ ഇല്ലാതാകും.
അപ്പൊ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഫർമേഷനാണ് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ടത്തെ കാലത്തെ ടീച്ചർ എന്ന് പറഞ്ഞ ആള് പുള്ളിയുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരുന്നു, അദ്ദേഹം അത് വന്ന് പറയുന്നു, പുള്ളിയുടെ ക്ലാസ് എഴുതി വെക്കുന്നതും ഒക്കെ വലിയ സംഭവങ്ങളാണ്. ഇന്നിപ്പോഴേ യൂട്യൂബ് തുറന്നാൽ എല്ലാ ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആണ്. ഇനി എല്ലാ ഏറ്റവും അവസാനം ChatGPT അല്ലെങ്കിൽ ക്ലൗഡോ ഒക്കെ ഞാനതൊക്കെ ഇല്ല, ഞാൻ 4 AI ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം വന്നു. അപ്പൊ ഇതിനിവിടെ എന്തിനാ സാറിന് തന്നെ സാധ്യത? സാറിന്റെ പ്രസക്തി എന്താണ്? റെലവൻസ് ഓഫ് എ ടീച്ചർ. അപ്പൊ സാറ് മാറണോ അതോ കോളേജ് മാറണോ എന്നുള്ളത്? അപ്പൊ ഞാനിപ്പോ പറഞ്ഞ അച്ഛൻ കോളേജ് നടത്തുന്നുണ്ട്. കോളേജിന്റെ ഒറ്റൊരു പ്രശ്നങ്ങൾ അച്ഛനിപ്പം കാണുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ തകർച്ച എന്ന് പറയുന്നത് ഈ ചേഞ്ച്. അതെല്ലാവരും പറയും ശരിയാണ്, ഗവൺമെന്റ് ആണ് ചേഞ്ച്, അവിടെയൊന്നും അല്ല. ദ മൈൻഡ് ഓഫ് ഗവൺമെന്റ് ആസ് വെൽ ആസ് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്. പക്ഷേ ഈ കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മനുഷ്യന്റെ ഒറിജിനൽ തിങ്കിങ് കപ്പാസിറ്റി കുറഞ്ഞു പോവുകയാണോ, ഉപയോഗിക്കപ്പെടാതിരിക്കുകയാണോ ചെയ്യണത്? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് എളുപ്പമാണ് നമുക്കിന്ന് വേണ്ടത്. ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ നോളജ് കിട്ടാൻ വേറൊരു അതല്ലാതെ അതുകൊണ്ട് മെമ്മറി പോകുന്നതല്ല. മെമ്മറി പോയെന്നും പറഞ്ഞതൊന്നും അല്ല. ആൾഷിമേഴ്സൊന്നും അങ്ങനൊന്നും ആർക്കും ഇടപെടുന്നൊന്നുമില്ല. അതൊന്നും അല്ല പ്രശ്നം. എന്നിട്ട് നമ്മൾ ട്യൂ മച്ച് ഇൻഫർമേഷനുള്ള കാലഘട്ടമാണെന്നുള്ളതാണ് പ്രത്യേകത. ഇത് ബംബാർഡ് ചെയ്താണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്. ഒരു കുട്ടി ഇരിക്കുന്നത് വാട്സപ്പിൽ അത് വരുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇറ്റ്സ് ടു മച്ച് നോളജാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ ബ്രെയിൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ട സമയത്താണ്. അതായത് ഇതാണ് യഥാർത്ഥ സാധനം വരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാനിത് പറഞ്ഞത്, ഈ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് മാറാനുള്ള കാലഘട്ടം. ഞാൻ പറയാണ് സ്റ്റീവ് ജോബിൻ്റെ കാര്യം വന്നു, അല്ലെ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, അവരുടെയൊക്കെയാണല്ലോ നമുക്ക് വലിയ കഥകൾ പറഞ്ഞത്. അവരുടെ കഥകളെന്ന് വെച്ചാൽ അവർ ആ റൈറ്റ് ടൈമിൽ അവർ ഇൻവോൾവ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ എലൻ മാസ്കിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഓരോ ആഴ്ചയിൽ മാറി മാറി ചിന്തിക്കുകയാണെന്ന് മാത്രമല്ല നമ്മളെ തല പൊട്ടിക്കുകയാണ്. അദ്ദേഹം നമ്മളുടെ തലയാണ്, അതുപോലൊരു തലയിൽ വിളിക്കുള്ളൂ. ഇപ്പം നമ്മളാദ്യം പറഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധി എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതൊന്നുമല്ല പ്രശ്നം. നമ്മൾ ആ സാഹചര്യത്തിൽ ചിന്തിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ആ മനുഷ്യനെ അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോബൽ പ്രൈസ് കിട്ടിയ ആൾ പറഞ്ഞു അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് അമേരിക്കയിൽ വന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും അമേരിക്കയിലോട്ട് വന്നത്? എ സിറ്റുവേഷൻ ഈസ് വെരി ഈസി. അതാണ് അതിനെ നോളജ്, അതിനെ പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പൊ കേരളം പോലത്തെ പ്രദേശത്ത് ആൾക്കാർ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകുക. അച്ഛൻ്റെ കോളേജിനെക്കാട്ടിൽ നല്ല കോളേജല്ല ഇവർ പോകുന്ന എല്ലായിടവും. മനസ്സിലായോ? അവിടുത്തെ പാരലൽ കോളേജിലാണ്, അല്ലാതെ ഓക്സ്ഫോർഡിലൊന്നും അല്ല UK പോകുന്ന എല്ലാവരും. പിന്നെ എന്നിട്ടും ഇവിടുന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ദ അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരു ചലഞ്ച് ഇതാണ്. നിങ്ങളുടെ ഫാക്കൽറ്റി, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ എല്ലാം ചേഞ്ച് ചെയ്യേണ്ട കാലഘട്ടമുണ്ട്. നോളജ് എക്കോണമി ആയിട്ട് തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു സാറ് ഞാനൊരു നോളജ് വർക്കറാണെന്നും നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും നോളജ് ഡിസിമേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം ഇൻഫർമേഷൻകാരനല്ല. രണ്ടാമത്തെ കാര്യം ഒരു ഡേറ്റ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഈ നോളജ് ഇക്കോണമിയിലെ ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് തിങ് ഡേറ്റ, ഇൻഫർമേഷൻ. ഇത് രണ്ടും എവിടെ നിന്നും കിട്ടും. ഇനി അതൊന്നും വേണം. പണ്ട് കാലത്ത് അത് സാറിനെ ആശ്രയിച്ചൊക്കെയാണ് ഇരുന്നത്. നോട്ട് പല സാറന്മാർ ഇപ്പോഴും ആ നോട്ട് തന്നെ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം അന്നും ഇത് തന്നെ പഠിച്ചിട്ടിരുന്നത്. അതല്ലാതെ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കും. കെമിസ്ട്രി സാറ് വേണേൽ പറയും അയ്യോ ഇതല്ലാതെ വേറെ വിഷയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അദ്ദേഹം ഈ ലോകത്തിലെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയത്തില്ല, അവർ പഠിപ്പിക്കാൻ നടക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് ദി പ്രോസസ്സിങ് യൂണിറ്റ്. അത് CPU, നമ്മളെ തല തന്നെയാണ്. ഈ ഡേറ്റ എല്ലായിടത്തും ഉണ്ട്. ഈ ഡേറ്റകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം, നമ്മൾ തന്നെ. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് മനുഷ്യത്വം മനുഷ്യനും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും അത് അവസാനത്തെ കാര്യം ഞാൻ പിന്നെ പറയാം അടുത്ത
അടുത്ത വേൾഡിൽ വരുന്നത് AGI ആ വരുന്നത്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അവർ തന്നെ വർക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അവിടെ വരുന്നത് നമ്മളവിടെ പോയി. വി വിൽ ബി നോവെയർ ഇൻ ദിസ് വേൾഡ്. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരു സമൂഹമായി തീരുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ പ്രസക്തി കൂടുന്നത്, അത് കുട്ടികളുടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ ആളുകൾ പെട്ടെന്ന് വരും. നമ്മുടെ ആൾക്കാർ പുറത്തു പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു, അവർ വളരെ വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നു. പക്ഷേ കേരളത്തിനകത്ത് അങ്ങനെ സംഭവിക്കാത്തതിന്റെ കാരണം എന്താണ്? കേരളത്തിനകത്തും അങ്ങനെ ചിന്തിക്കാൻ അത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിനകത്ത്. ഞാൻ ബഡ്ജറ്റിനോടും നമ്മൾ പറഞ്ഞ, നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ VD സതീശനോടുള്ള എനിക്കുള്ള താല്പര്യവും ഇൻട്രസ്റ്റും പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഈസ് മോട്ടിവേറ്റിംഗ്. അപ്പം അദ്ദേഹം പറയുന്നത് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലയോ, ഈ മാൻഹാറ്റനും കൊള്ളാം, അമേരിക്കയും കൊള്ളാം, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ചേർത്തലയും ഒരു രാജ്യമാണ് ഇന്ത്യയിൽ. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാക്ക്, ഒന്ന് ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവറിന്റെ കാര്യം പറഞ്ഞു, ബ്ലൂ ഇക്കോണമിയുടെ കാര്യം പറഞ്ഞു. ഇതിനെ പറ്റിയുള്ള അച്ഛന്റെ അഭിപ്രായം ഒന്ന് പറയും. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വലിയ കഥ എഴുതാനുള്ള സമയമുണ്ട്. ഞാനതിപ്പം പുതിയ പുസ്തകം എഴുതുന്നുണ്ട് അതിനുവേണ്ടി തന്നെ. അപ്പം നമ്മൾ പറഞ്ഞില്ലയോ, നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ അടുത്ത പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാണുമ്പോൾ നമ്മുടെ റിസോഴ്സസ് മനസ്സിലാക്കാനില്ല. പണ്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മെഷീൻ വേണം, നമുക്ക് സ്ഥലം വേണം, ഇതൊക്കെ പറഞ്ഞില്ലയോ. ഇന്നിപ്പോഴും അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പുതിയ പുസ്തകത്തിനകത്തും പറഞ്ഞു കാണും, എനിക്ക് വരാനുള്ള പുസ്തകത്തിനകത്തും അത് പറഞ്ഞത് 6S എളുപ്പത്തിന് വേണ്ടി പറയാൻ വേണ്ടി പറയാണ്. ഇവിടുത്തെ റിസോഴ്സ് മാപ്പിംഗ് എന്ന് ഞാൻ പറയാം, അല്ലെ റിസോഴ്സ് മൊബിലൈസേഷൻ കേരള ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ ഒരെണ്ണമാണ് അദ്ദേഹം പറഞ്ഞ, പല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഞാനെന്നെ പറയുന്നത്. ഏറ്റവും ഉള്ളൊരു സ്ഥലമാണ് ഈ കേരളം. ഗോവ പോലല്ല, ബോംബെ പോലല്ല, അതിനെക്കാട്ടിൽ കൂടുതൽ 590 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്ററോളം നമുക്ക് ഉണ്ട്. അപ്പം ഫസ്റ്റ് സി, ഈ സി എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ ചോദിച്ചാൽ, നമ്മൾ പഴയ തത്വശാസ്ത്രം, അതാണ് ഞാൻ ഈ പറയുന്നത്, പഴയ തത്വശാസ്ത്രം നമ്മുടെ മണ്ണെല്ലാം ആരാണ്ട് എടുത്തുകൊണ്ട് പോകും, നമ്മുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകുന്നു, നമ്മുടെ സീ കൊണ്ടുപോകുന്നു, അത് പൊള്യൂഷനാണ്. നമ്മൾ പഴയ എവിടെന്നോ കിട്ടിയ ഒരു തിങ്കിങ് കിടപ്പുണ്ട്. എന്നറിയാമോ, എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വാക്കിനോട് എനിക്ക് പറയാനുള്ള എന്നെ ചോദിക്കുന്നത്, ഡിനോസേഴ്സ് ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഡിനോസേഴ്സ് നമ്മളാരും എന്നെ തല്ലിക്കൊന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മനുഷ്യരാരും എന്നെ തല്ലിക്കൊന്നതായിട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ അത് തന്നെ ചത്തു. എൻ്റെ കാരണം എന്നായിരിക്കും, അവിടുത്തെ സാഹചര്യത്തിൽ അന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ചിലർ പറഞ്ഞു ഒരു ഉൽക്ക വന്നിട്ട് എല്ലാം ചത്തുപോയെന്ന്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നില്ല. അതൊന്നുമല്ല, അതിന് കഴിക്കാനുള്ള ഭക്ഷണ സാധനം ഇല്ലാത്തതുകൊണ്ട് വന്ന ഉൽക്ക വീണായിരിക്കും. വീണപ്പോഴത്തേക്ക് വെജിറ്റേഷൻ കംപ്ലീറ്റ് പോയി കാണും. വെജിറ്റേഷൻ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീരും. അപ്പം എന്ന് പറഞ്ഞു, ഇതിന് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ അത് സർവൈവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് നമ്മൾ ഓർത്താൽ മതി. നമ്മുടെ എൻവയൺമെൻറ്റിനെ മുഴുവൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നായി പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ, കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി, മാസ്ക് ഇട്ടാൽ മതി, ഏറ്റവും സിമ്പിൾ കാര്യം ചെയ്താൽ മതി, നമ്മൾ പഠിച്ചു. ഇതുപോലെ തന്നെയാണ് നമുക്ക് സി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുകയും അത് നമ്മളെ അതേ തുടരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് നമ്മൾ പറയേണ്ട കാര്യമാണ്. അല്ലല്ല, ഐ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ് പ്ലേസ്. അപ്പം ചോദിക്കും, അത് എക്സ്പ്ലോയിറ്റിങ് ചെയ്യണം. കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞത്, നമ്മുടെ സൂവിലിരിക്കുന്ന എല്ലാ മൃഗങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ഫോറസ്റ്റിൽ, ഇതിൻ്റെ അവരെല്ലാം കൂടി ഇങ്ങോട്ട് നമ്മളെ കാണാൻ വരുന്നത്. അതെ, എന്താ കാരണം അവിടെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? അതും അവിടെ എല്ലാം കൊണ്ട് നമ്മൾ തേക്ക് വെച്ചതിൻ്റെ പേരിലൊന്നും ആരും രക്ഷപ്പെടത്തില്ല. നമ്മുടെ അറിവില്ലായ്മയുടെ ഭാഗങ്ങളാണ്. തേക്ക് വെച്ചാൽ അതിന് പകരം അവിടെ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അതോടെ നിന്നേനെ. അത് നിൽക്കുന്നു മാത്രമല്ല,
തന്നെത്താൻ അത് വളരത്തില്ല, അത് വളർത്തണം. ഇതാണ് വി ഹാവ് സം ഡ്യൂട്ടീസ്. ഹ്യൂമാനിറ്റിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വി ഹാവ് ബ്രെയിൻ. അത് നമ്മൾ തുടങ്ങിയിട്ടൊരു 16 വർഷം ആയുള്ളൂ. അതാണ് നമ്മുടെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. നമ്മൾ സർവൈവൽ ആയതിൻ്റെ ഒറ്റ കാരണം ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ്. മറ്റുള്ളവർക്ക് സാധിക്കാത്തതിനപ്പുറത്തോട്ട് നമുക്ക് വന്നുകൊണ്ടാണ്. അതിനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ശരിയാണ്, നമുക്കൊരു ചെറിയ ജീവിയെ പോലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു ക്രിസ്ത്യൻ തിങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ സ്റ്റുവാർഡ്ഷിപ്പ് ഓഫ് ദി. അപ്പം ഞാൻ അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് ഞാൻ തന്നെ പറഞ്ഞത്, ഒരു 50 കിലോമീറ്റർ നമ്മളങ്ങ് കൊടുക്ക്, പ്രൈവറ്റിനോ പബ്ലിക്കിനോ ഗവൺമെൻറ് കൂടെ ചേർന്ന് അതങ്ങോട്ട് വെക്ക്. അതാരാണ്ട് എടുത്തിട്ട് പോകും? ഒന്നും കൊണ്ടുപോകത്തില്ല. അവരെല്ലാം സംരക്ഷിക്കും. കാരണം അവർക്കും അത് നോളജ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യണം. അവരൊന്നും നശിപ്പിക്കത്തില്ല. ഇതെല്ലാം കൊണ്ട് നശിപ്പിച്ച് കളത്തില്ല. ഇത് വേറെ അവിടെ ഒരു സുനാമി വന്നാൽ പോലും നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്. ഇവിടെ ഞാൻ അച്ഛനോട് ഒരു കാര്യമാണ് പറയുന്നത്, നമ്മുടെ കോളേജിലെല്ലാം പഠിപ്പിച്ച് തീർക്കാനിരിക്കുക. നാളെ മുതൽ അച്ഛൻ തുടങ്ങേണ്ടത് ഒരു കാര്യമാണ്. എല്ലാ സാറന്മാരോടും അച്ഛൻ പറയേണ്ടത്, യു ക്രിയേറ്റ് സംതിങ് ന്യൂ. കുട്ടികളോട് പറയാം, നിങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട. ഈ പരീക്ഷ എല്ലാം ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിരിക്കണം. ഒരു കണ്ടീഷനും വേണ്ട. വണ്ടി പിടിച്ച ആളിവിടെ വരും, പഠിക്കാൻ വരും. നമ്മൾ നേരെ തിരിച്ചാണ്. ഇവിടുന്ന് കുട്ടികൾ ഇവിടെ ഒറ്റ കാര്യം, അതായത് ഇവിടെ പഠിച്ചാൽ ആ കുട്ടി നോളജിൽ പവർഫുൾ ആവും. അവർ പുതിയ ഇന്നോവേഷൻ ഡെവലപ്പ് ചെയ്യും, പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഈ 600 ഏക്കർ കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓരോരുത്തർക്കും എത്ര പേരുടെ ജോലി വേണം? ഈ ഈ ഈ കടൽ സ്ഥലത്ത് മുഴുവൻ മീനെ പിടിക്കാനേ ഉള്ളെന്ന് മാത്രം വിചാരിച്ചിരിക്കുകയാണ്. അത് മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ആ വെള്ളം മുഴുവൻ നമ്മൾ ശുദ്ധീകരിച്ച് റെഡിയായിട്ട് നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ അത് തന്നെ മതി. അപ്പം ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളൊന്നും അത് ചുമ്മാ നമ്മൾ കുറച്ച് കാസ്റ്റിനെ അങ്ങ് സൃഷ്ടിച്ചു. എന്നിട്ട് അവരെ ഈ ബ്ലൂ ഇക്കോണമി വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടും, മത്സ്യസമ്പത്തിന്റെ പിടിക്കുന്നത് കൂടും, അതിന്റെ സംസ്കരണം കൂടും, അതിൽ നിന്നുള്ള ഇക്കോണമി ഡെവലപ്പ് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്യാൻ. നമുക്ക് ഇവിടുത്തെ റോഡിലെ തിരക്കും ട്രാഫിക്കൊക്കെ ഒഴിവാക്കി നമ്മുടെ കാർഗോ മുഴുവൻ കടലിലൂടെ യാത്ര ചെയ്യാം, പോർട്ടുകൾ ഉണ്ടാക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട വികസനം, ടൂറിസം സാധ്യതകൾ ഒരുപാട് ഏറ്റവും വലിയ പവറാണ് നമ്മൾ ഈ പറഞ്ഞത് 600 കിലോമീറ്ററിന്റെ കാര്യം. അപ്പം നമ്മളുടെ റിസോഴ്സിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കാതെ പോരാ, നമ്മൾ ചിന്തിക്കുകയാണ് മറ്റുള്ളവരാരാണ് നമ്മളെ വന്ന് സഹായിക്കുമെന്ന് പറയുന്ന. അപ്പം സെൻട്രൽ ഗവൺമെന്റ് കാശ് തരാത്തോണ്ടാന്ന് ഓർത്തൊന്നും പേടിക്കണ്ട. സെൻട്രൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് ഇഷ്ടംപോലെ പണം കൊണ്ടുതരും. കാരണം അറിയോ, അവിടെ ഫോറിൻ റെമിറ്റൻസിന് വേണ്ടിയുള്ള സാധനം ഇവിടെ വരത്തുള്ളൂ. കേരള ഗവൺമെന്റ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ് അവിടെ പോയി സമരം ഉണ്ടാക്കും, ഒരു സമരം ചെയ്യണ്ട, ഒന്നും വേണ്ട. വെൻ യു ഡെവലപ്പ് എ ഗുഡ് പ്രോജക്റ്റ്, ദ ഫണ്ട് വിൽ കം ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. അങ്ങനെ സംഭവിക്കുമ്പോൾ വരാൻ പോണ മാറ്റം, കേരളത്തിൽ ഇന്നുണ്ടാകുന്ന ഒരു സാമൂഹ്യ മാറ്റമുണ്ട്. വയസ്സന്മാരുടെ ഒരു ജനറേഷൻ ഇവിടെ കൂടി വരുന്നു, കുട്ടികൾ പോകുന്നു. തിരിച്ചു കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ വരുമെന്നുള്ളതാണ് ഈ ഒരു വീക്ഷണത്തിന്റെ. ഞാൻ ഈ പറയുന്നത്, ഞാനിപ്പം ഇറങ്ങുന്ന പുസ്തകം വീഡിയോസിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്, അത് തന്നെയാണ് എഴുതുന്നത്. അപ്പം ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു നോളജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പം ഇങ്ങനെ മാറി ചിന്തിക്കണം. നമ്മൾ ഇത്ര നാളുള്ള 2 തത്വവിശ്വാസം നമുക്കുള്ളൂ. ഏത് വിശ്വാസം? ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസം, പിന്നെ സോഷ്യലിസം. 5-6 സോഴ്സസിനകത്ത് കിടക്കുക. അത് കാലഘട്ടം കഴിഞ്ഞു. അതിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിന്ത. അപ്പം ചോദിക്കുന്നത്, ഇത് ക്യാപിറ്റലിസമായി പറയുന്നതെന്ന് പറഞ്ഞു. ക്യാപിറ്റലിസവും അല്ല പറയുന്നത്, ക്യാപിറ്റലായാലും മാറി എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും കാലമുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ലാൻഡ് ആണെന്ന്. ആ ലാൻഡ് ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ ഇവിടെ ലാൻഡ്? അത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരെ വരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഈ നോളജ് ഇക്കോണമി എന്നുള്ള പദം നമ്മുടെ പുതിയ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിയുടെ UG നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി പഠനത്തിന്റെ ഷേപ്പ് മാറി. ഇപ്പൊ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമായി. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം, സെമസ്റ്റർ
ബാലൻസ് സിസ്റ്റം. അത് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ്, 2 വർഷം ഡിപ്ലോമ, 3 വർഷം ഡിഗ്രി, 4 വർഷം ഓണേഴ്സ്. അത് മേജർ ട്രാൻസ്ഫർ ചെയ്യാം സെക്കൻഡ് ഇയറിൽ. കോളേജ് മാറാം, യൂണിവേഴ്സിറ്റി മാറാം, ഈ ക്രെഡിറ്റുമായിട്ട് നമുക്ക് പോകാം. അതിൻ്റെ ഒരു അബർ ഐഡി എന്ന സംവിധാനം അത് പാശ്ചാത്യ മാതൃക ഇന്ത്യയിലും തുടങ്ങിക്കഴിഞ്ഞു. ഒരു 3 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിൽ നടക്കാതെ പോകുന്ന ഒരു സംഭവം ഇപ്പൊ പോലും ഈ പുതിയ തോൽക്കുടങ്ങളിൽ പഴയ വീഞ്ഞ് ഒഴിക്കുന്ന ഒരു രീതിയാണ്. അവിടെയാണ് ഈ പ്രശ്നം. അച്ഛൻ സൂചിപ്പിച്ച ഇന്റലക്ച്വൽ ഈ ഫോർമേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ബുദ്ധിയാണെന്നും ഇത് ഈ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും തീരുമാനിക്കാനും പറ്റുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്താനുള്ള സംഗതി ആത്യന്തികമായിട്ട് സംഭവിക്കേണ്ടത് മാത്രം സംഭവിക്കുന്നില്ല. സ്ട്രക്ചർ അതാ ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും പറയുന്നത് പരീക്ഷ എഴുതുന്നു. ഞാനിന്ന് പറഞ്ഞ ഞാൻ പഠിച്ച അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ സാറ് തന്നെ എൻ്റെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. ഇവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ജീവിക്കുക ഒന്നുമില്ല. വളരെ അപ്പം ചോദിക്കുക എല്ലാവർക്കും ഇത് പറ്റുമെന്ന് ചോദിക്കും. അപ്പം നമ്മളൊരു ചോദിച്ച് ഞാനൊരു 3 കാര്യം പറഞ്ഞത്: എഡ്യൂക്കേഷൻ ഫോർ ജോബ്, എഡ്യൂക്കേഷൻ ഫോർ ഓണ്ടർപ്രണർഷിപ്പ്, എഡ്യൂക്കേഷൻ ഫോർ ഇന്നൊവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇതാണല്ലോ ഞാൻ പുതിയ മോഡൽ പറഞ്ഞത്. ഈ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇവനങ്ങ് ക്രിയേറ്റ് ചെയ്യും. സത്യം പറഞ്ഞ ഇന്നൊവേഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞില്ലയോ, അവൻ തന്നെ പറയുകയാണ് നിനക്ക് ഇന്ന ഒരു ജോബ്. അവൻ ജോബ് ക്രിയേറ്റ് ചെയ്യില്ല. ഈ ജോബ് ചെയ്യാനായിട്ട് ഒരു ബോസ് വേണ്ട. ഇപ്പം വളരെ എളുപ്പം സിമ്പിൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോഴേ ഒത്തിരി പേരും ജോബ് അവർ തന്നെ ഉണ്ടാക്കുക. ഒരാളുടെ കീഴിൽ ജീവിക്കാനൊന്നും ആഗ്രഹമില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ കൺസൾട്ടൻസിനെ പോലും നമ്മുടെ വർക്കുകൾ മാത്രം അതെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഒരാൾ നോക്കാനൊന്നും പോകണ്ട. നമ്മൾ ഗവൺമെൻറ് പോലും അതിനെ നോക്കാൻ പാടില്ല, നോക്കാൻ വേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്താ പറയുക, ബോസ് വേണം, അതിൻ്റെ അടുത്ത് ഒന്നും വേണ്ട, എവരിബഡി ഈക്വൽ ആയിട്ടുള്ള. അവിടെയാണ് ഞാൻ പറഞ്ഞത് സോഷ്യലിസം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ് ആണ് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഞാനിപ്പോൾ ഇറങ്ങുന്ന സമയം ഞാൻ പോകുന്നുണ്ട്, ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളി അദ്ദേഹം പറഞ്ഞു, എബ്രഹാം വുഡ് യു കം വിത്ത് മീ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ചു പോയി ആ ക്യാൻറ്റീനിൽ ഞങ്ങളെല്ലാം ക്യൂ നിന്ന് പഠിക്കുന്നു. ഇവിടെ ഇപ്പോഴും ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വിവരം എന്ന് പറയുന്ന സാറിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതുപോലെ എൻ്റെ സാർ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് എടുത്തറിയോ, അദ്ദേഹം പറഞ്ഞ് ഈ എബ്രഹാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കാൻ വളരെ രസമുണ്ട് ഉണ്ടോ. അതിലൂടെ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി തന്നത്. അപ്പം നോളജ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇൻട്രാക്ഷനിലൂടെയാണ്. അച്ഛനോർത്തോണം, നമ്മളിവിടെ ടെസ്റ്റ് നടത്തണമെന്നും അല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം പരീക്ഷ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു അല്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ടെസ്റ്റ് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ കുട്ടിയല്ലേ. ഈ കുട്ടിയെ അറിയാത്ത ഒരുത്തൻ ടെസ്റ്റ് ചെയ്യുന്ന അച്ഛൻ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഞാൻ അറിയും, അവർക്ക് എന്നെ അറിയാം. അപ്പം ഞാൻ പലപ്പോഴും തമാശയിൽ അവരോട് പറയാമായിരുന്നു, എന്നെ കാണാതെ നീ പോകല്ല. കാരണം എന്നു ചോദിച്ചാൽ എന്നെ അവൻ കാണാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് അവനെ കാണാൻ മാറി സാധിക്കും. ഇവിടാണ് നമ്മുടെ ടീച്ചർ വിൽ ബി എ മെൻറ്ററാണ്. എഡ്യൂക്കേഷൻ അത് ഫെസിലിറ്റേറ്ററാണ്. അപ്പോൾ അദ്ദേഹവും ഇവരുമായിട്ട് ബന്ധം വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റുഡൻറ്റ് പറയും. അതാണ് ഈ യൂറോപ്പിലും അമേരിക്കയിലും കാണുന്നത്. ഈ സ്റ്റാൻഫോർഡിലാണെങ്കിലും അവരൊക്കെ ഇമ്മേഴ്സീവ് എഡ്യൂക്കേഷൻ. താങ്കളൊരു കാര്യം ചെയ്യും, എന്നോട് എൻ്റെ സാറ് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഈ ലൈബ്രറി അവിടെ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി പോയി ഒരാഴ്ച പൊക്കൂ, ഞാൻ എൻ്റെ വണ്ടിക്കൂലിയും ഇതും തരാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് മാത്രമല്ല, എനിക്ക് അവിടെ പോയാൽ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ വരണമെന്നുള്ള അത് ഞാൻ പറയുമ്പോഴാണ് അതിൻ്റെ അകത്തെ കൂടുതൽ അറിവും ഇതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാറ് പലപ്പോഴും പുള്ളിക്ക് നെതർലൻഡ്സിൽ ക്ലാസ് എടുക്കാനുണ്ട്. അപ്പം പുള്ളി എന്നെ പറഞ്ഞു, എവരാ ഞാൻ ഇന്ന് വരത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയി ക്ലാസ് എടുത്തോളാം. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇരിക്കുന്നതുകൊണ്ടാണ് നീ പറഞ്ഞു, ഞാൻ അന്ന് PhD ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ പുള്ളി എന്നെ പലതിനും വിടും, എന്നിട്ട് അതിന് വണ്ടിക്കൂലിയും തരും. അത് അവിടുത്തെ അവർ തരും ഓരോ ടോക്കനും. ഞാനിത് പറഞ്ഞു മനസ്സിലായത്, ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ ഇങ്ങനെ പഠിക്കില്ലോ. വിഷയം ഞാൻ തന്നെ പഠിക്കുന്നത്. സാറ് ഞങ്ങൾക്ക് പുസ്തകം തരികയും ബുക്കെടുത്ത് വെച്ച് പറയുന്നതല്ലേ പറഞ്ഞ് ഇന്ന സബ്ജക്റ്റാണ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് അതെൻ്റെ ക്രെഡിറ്റിനകത്ത് കൂട്ടുക. ഉണ്ടോ വിദ്യാഭ്യാസം മാറ്റിയുണ്ടോ? ഈ സാറ് പഠിപ്പിക്കുന്നതല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ
ഈ ഇതിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനുള്ള ഇതന്നെ അതിനെക്കാട്ടിൽ കൂടുതൽ അതിൻ്റെ മൈൻഡിൽ എന്നാണ് ഈ കുട്ടി പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ കഴിവ് എന്നാണെന്ന് മനസ്സിലാക്കി അവൻ്റെ മാതാപിതാക്കൾക്കും അറിഞ്ഞിരിക്കണം അവൻ്റെ കഴിവ് എന്നാണ്. ഇനി അവനറിയത്തില്ല അവസാനം, പലപ്പോഴും ഇവനറിയത്തില്ല ഇതെന്നത്. അപ്പം അവിടാണ് ഒരു ടീച്ചറിൻ്റെ റോൾ ഇരിക്കുന്നത്. ദർ ഇസ് എ പോസിബിലിറ്റി, ഇതൊരു സാധ്യത, നീ അവിടെ കൂടെ പോയി പഠിക്കണം. അപ്പം നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന ഞാൻ കോളേജ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പല കോളേജിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ട് വിടത്തില്ല. കാരണം അവിടെ നല്ല ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, അത് കട്ടിട്ട് കുട്ടികൾക്ക് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ. ഇത് നമ്മൾ ഒത്തിരി പേര് ഇംഗ്ലണ്ടിൽ പോവുക, അവരവിടെ പോയിക്കുന്നു, അവർ പോയി. ഇവിടെ നമുക്കുണ്ടല്ലോ, നമ്മുടെ ഇവിടെ അതേ സജ്ജീകരണങ്ങൾ ഉണ്ടാകും. അത് അതേക്കാട്ടിൽ അതിൻ്റെ 4-1 കോസ്റ്റിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്കൊരു കുഴപ്പം ശരിയാണ്, കുറച്ച് പേര് പഠിക്കാനൊക്കെ പോകണം. ഞാൻ വിദേശത്ത് പോയതുകൊണ്ടാണ് എനിക്കിത് പഠിച്ചെന്ന് പറഞ്ഞ മനസ്സിലായില്ല. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. എനിക്കിന്ന് പോകാനൊരു അവസരം നമ്മുടെ നാടിന്റെ ഒരു ലൈസൻസിങ് രീതിയുടെ ഒരു വ്യത്യാസം കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണങ്ങൾ, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റംസും നൂലാമാലകളും, അതിനൂടെ നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റിക്ക് വലിയ ബുദ്ധിമുട്ട് ഇവിടെ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സാറന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് വലിയ പ്രോത്സാഹമാണ്. ശമ്പളം കൊടുക്കലെന്നല്ലേ പറഞ്ഞത്, ശമ്പളം കൊടുക്കണം വിത്ത് മെറിറ്റ്. ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ചു, സാറേ എങ്ങനെ ഞങ്ങൾ ഓർഡിനറി പ്രൊഫസർ ആകണം, അതായത് ടോപ്പ് പ്രൊഫസർ ആകണമെന്നുണ്ടെങ്കിൽ ഓരോ കൊല്ലവും ഒരു പുസ്തകം എഴുതണം, ഇത്രയും പേപ്പറുകൾ എഴുതണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചോദിച്ചു എവിടുന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഞാൻ ചോദിച്ചു സാറേ എവിടെ സ്കോളർഷിപ്പ്? അത് ഞങ്ങൾ അവധിക്കാലം മുഴുവൻ സാറന്മാരുടെ പണി വീട്ടിൽ കുത്തിരിക്കാനല്ല, ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ ഇൻഡസ്ട്രികളിൽ പോയി ഇവരുടെ പേപ്പറുകൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഫണ്ട് മേടിക്കും. കാരണം ഒരു പുതിയ പ്രോജക്റ്റ് അതിവിടെ നമുക്ക് ചെയ്യാം. ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, പിന്നെ ഞാൻ വളരെ രസകരമായിട്ട് പറയാം. ഇപ്പം നമ്മൾ സിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇത്രയും കോളേജിലെയും ഇത്രയും മത്സ്യത്തൊഴിലാളികൾ കുട്ടികളോ അല്ലാത്തവരോ എല്ലാവരും കൊണ്ടുവിടേണ്ട ഒരു കാര്യം ചെയ്യും. ഇവിടുത്തെ എന്തെല്ലാം സാധനങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞൊരു 50 കിലോമീറ്റർ അങ്ങ് കൊടുക്ക്, ഇതാരും കൊണ്ടുപോകത്തില്ല. ആരാ കൊണ്ടുപോകുന്നത്? അത് അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളും നാഷണൽ കമ്പനികളും കോർപ്പറേറ്റീവ്സും ഒക്കെ നമുക്ക് തുടങ്ങിയിട്ട് നമ്മൾ പറയുകയാണ്, അവരെല്ലാവരും കൂടെ പറയാം. അപ്പോൾ അതിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ കോളേജിനോട് പറയുക. ഈ ചേർത്തല എടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ എന്തെല്ലാം സാധ്യതകളാണുള്ളത്, അവിടുത്തെ മണൽ എങ്ങനെയുണ്ട്, അവിടുത്തെ ഭംഗി എങ്ങനെ ഇരിക്കുന്നു, അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ എങ്ങനെ വെക്കുന്നത്, ഇവിടുത്തെ എപ്പോഴാണ് ഹൈ ടൈഡും ലോ ടൈഡും എപ്പോഴാണ് വരുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യം, ഇപ്പം ടൂറിസത്തിനെ കുറിച്ച് ഇന്നലെ വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ, അതായത് ഓരോ സ്ഥലത്തും നടക്കുന്നതായ പ്രത്യേക സാധനങ്ങൾ മാത്രം വെച്ചൊരു കലണ്ടർ ഉണ്ടാക്കിയാൽ മതി. ചേർത്തലയിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് ഇന്നുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി പിടിച്ച ആൾ വരും. ഇത് സാറും കുട്ടിയും കൂടെ ചെയ്തിട്ട് ഇതിനാണ് സാറിന് ശമ്പളം കൊടുക്കുന്നത് പറഞ്ഞാൽ അപ്പം ചോദിക്കും, അത് കണക്ക് കൂട്ടാൻ എളുപ്പമല്ല. പുള്ളി നിലവിളിക്കുന്നതും വെള്ളം പകർന്നതും പ്രസംഗിക്കുന്നതും മാത്രമേ കണക്ക് കൂട്ടു, വെറുതെ മണ്ടത്തരമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചുമതല കുട്ടികളെ ഇത്രയും പേര്, അപ്പം കുട്ടികൾ തന്നെ പറയും സാറിനെ റേറ്റ് ചെയ്യും, തിരിച്ച് കുട്ടിയും റേറ്റ് ചെയ്യും. ഇപ്പം ഞാനിത് പറഞ്ഞത് ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് മാറ്റം വരുന്നത് പറഞ്ഞൊരു കാര്യം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ഇന്നോവേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നോവേഷൻ. അടുത്ത രണ്ടാമത്തെ വാക്കൂടെ ഞാൻ പെട്ടെന്ന് വെച്ചുകൊണ്ട് പറയുന്നത് സസ്റ്റൈനബിലിറ്റി. ഇത് പലപ്പോഴും നമ്മുടെ പഴയ മോഡലിനകത്ത് പറയുന്നത് ലാഭം കിട്ടണം, ഇതങ്ങനെയല്ല, നിലനിൽക്കണമെന്ന് അഭിപ്രായം. ആ വാക്ക് ഞാനിപ്പോൾ പറയുന്നു, അത് ഞാനൊരു വലിയ സബ്ജക്റ്റാണ്, ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ, ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് എസ് പറഞ്ഞു, രണ്ടാമത്തെ എസ് എന്ന് പറഞ്ഞാൽ സബ് സി എന്ന് ഞാനിത് പറയും. ഈ കുട്ടനാടിനെയാണ് ഞാനിത് പറയുന്നത്, സബ് സി. അതായത് സിക്കകത്ത് താഴെ 2 മീറ്റർ താഴെയാണ്. ഇപ്പം ഞാനിപ്പം വന്ന വഴിക്ക് നമ്മുടെ സീയും ഇതും കൂടെ കനാലിലും കൂടെ തമ്മിൽ ചേരുന്ന സ്ഥലമാണല്ലോ നമ്മുടെ തോട്ടപ്പള്ളി. സ്പിൽ വേ ഉണ്ട്, മറ്റിടത്ത് ഇവിടെ ഉണ്ട് അവിടെ. അപ്പം അവിടെ നോർത്ത് ബ്യൂട്ടിഫുൾ സിറ്റുവേഷനാണ്. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള കാര്യം ഇവിടെ ചുമതല നിങ്ങളുടെ കോളേജ് അങ്ങ് ഏറ്റെടുത്തി.
they will make project. Every year they will make projects on that. ഇന്നവേഷൻസ് അവിടെ വരും. അവിടെയാണ് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് വേണ്ടി ഇതിന് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് മെക്കൻസിയും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്നത്. ഞാനത് ഗവൺമെൻറ്റിനോടും പറയാനുള്ളത് എനിക്കിതാണ്. ഞാൻ ഈ പറഞ്ഞ ഐഡിയ അവരെഴുതാൻ അതിന് കാശ് തരത്തില്ല. അതിന് പകരം ഇവർക്ക് കൊടുത്ത് 1 കോടി 2 കോടി രൂപ കൊടുത്താണ് ഇപ്പം ഈ പറയുന്ന ബ്ലൂ എക്കോണമിയുടെ കാര്യത്തിന് എഴുതാൻ പോകുന്ന ആരാന്നറിയും. ഒന്നും വേണ്ട, നമ്മൾ ഇവിടുത്തെ എല്ലാ കോളേജുകളോടും പറയാം അതിന് പുതിയ ഇന്നോവേഷൻസ് എഴുതാൻ പറഞ്ഞാൽ സാറന്മാർ കുത്തിയിരുന്ന് എഴുതിയാൽ മതി, ഈ കൊല്ലം പഠിപ്പിക്കണ്ട, ഇത് മാത്രം ചെയ്താൽ മതി, അപ്പം പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതിന് പകരം പ്രൈസ് വാട്ടർ കൊടുക്കുന്നു. അവൻ എവിടെ നിന്ന് വന്നാൽ ഇത് പഠിപ്പിക്കുന്നത്? ഇവിടുത്തെ തോറ്റോ അല്ലെങ്കിൽ ആ കുട്ടികളാണ് ഇത് എഴുതുന്നത്. അവരെന്നൊരു ഒരുത്തൻ ബുദ്ധി പറയും, അവന് അവിടുന്ന് പറഞ്ഞത് നമുക്ക് കേരളത്തിൻ്റെ ഇതിനെന്നെ ആരും പരിശ്രമിക്കാത്ത. ഞാൻ പറഞ്ഞു മനസ്സിലായാലും നമ്മുടെ കോളേജുകൾ, നമ്മുടെ സ്കൂൾ, ഞാൻ അതും IIT പോലും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിനൊക്കെ ക്വാളിറ്റി അതിന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വണ്ടി പിടിച്ചോണ്ട് വരും. കാരണം എന്താ പറയുക, അവിടെ എന്തെങ്കിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ പഠിച്ചു. അപ്പം ഇവരെ മുഴുവൻ അബ്സോർബ് ചെയ്യും ഈ പ്രോജക്റ്റിലേക്ക് മുഴുവൻ. കണ്ടോ, അവരുടെ CV വിൽ ബി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരിന്നത് ചെയ്തതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു കുട്ടിക്ക് ജോലി കിട്ടിയത് പറയുകയാണെങ്കിൽ, ഞാൻ റേഡിയോ മാക്ഫാസ് എന്ന് പറഞ്ഞൊരു കോളേജ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ടാക്കി. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം എല്ലാവരും ചോദിച്ചു, അച്ഛാ ഈ കോളേജിൽ എന്തിനാ റേഡിയോ? എല്ലാവർക്കും ചോദിക്കുന്നതാ. ഞാൻ കോളേജിലല്ലേ റേഡിയോ ഉണ്ടാകേണ്ടത്? കാരണം അവിടുത്തെ നോളജ് അല്ലയോ പുറത്തോട്ട് കൊടുക്കാനുള്ളതും ഇങ്ങോട്ട് വരാനുള്ളതും അങ്ങനെ ഇല്ലയോ? അത് ശരി. ഇപ്പം ഇന്നവേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പോകേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ആദ്യത്തെ സോളാർ പ്രോജക്റ്റ് ചെയ്ത് ഞാനാ. കേരളത്തിലെ ആദ്യത്തെ 30 കിലോവാട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് KSEB അന്ന് ആര്യാടൻ മുഹമ്മദ് വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് എനിക്കത്. അദ്ദേഹം അങ്ങനൊരു വലിയ നന്മ ചെയ്തു. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ അവിടെ കോളേജിൽ നിറച്ചാൾ വരും. ഇങ്ങനെയുള്ളവർ വരും. ഇങ്ങനെയുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നവരാണെങ്കിലും അപ്പം പിന്നെ അവർക്കൂടെ ജോലി കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇതുപോലെ നമ്മളൊരു 50 കിലോമീറ്റർ സി കൊടുത്താൽ അത്ര നന്ന്. ഇനി അടുത്ത സബ്സി ഞാൻ പറഞ്ഞത് കുട്ടനാട് തൊട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ല. നമ്മുടെ റിവേഴ്സ് മുഴുവൻ എൻ്റെ അകത്ത് വെട്ടതാണ്. അതാണ് എസിനകത്ത് ഞാൻ പറഞ്ഞത്. നമ്മുടെ റിവേഴ്സ് മുഴുവൻ മണല, ഒരു വള്ളം പോലും പോകാത്ത രീതിയിലാണ് ഓരോരുത്തത്തും കിടക്കുന്നത്. ഇതെല്ലാം ഡ്രഡ്ജ് ചെയ്ത് നമുക്ക് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാം. നെതർലൻഡ്സിൻ്റെ 17% ലാൻഡും റീക്ലെയിം ഫ്രം സീയിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരെടുത്ത് വലിയ മല പോലെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ നമ്മളാണെങ്കിൽ ഒരു വരുമ്പത്ത് നിന്ന് താമസിച്ചിട്ട് പിന്നെ അതിനെക്കൊണ്ട് നിലവിളിക്കുക. ഞാൻ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെല്ലാം അവിടെ യഥാർത്ഥമായിട്ട് അവിടെ ആണല്ലോ വലിയ വീടെല്ലാം അവിടെ അടുത്തുണ്ടാക്കിയത്. ഇതെല്ലാം കൂടെ ഒരിടത്തോട്ട് വെച്ചിട്ട് അവർക്ക് അങ്ങോട്ട് പോയാൽ പോരാ. അവിടെ വലിയ വെള്ളപ്പൊക്കം വരുന്നതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ ചെയ്യാം. അപ്പം അതൊക്കെ ഈ ലാൻഡുകളൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇത് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. ആ മണൽ മുഴുവൻ നമ്മളിവിടെ നിന്ന് പോയ മണല. അപ്പം തൊട്ടക്കെല്ലാം നല്ല പറയുന്നത് ഉണ്ടോ. ഈ തിങ്കിങ് ആണ് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം വി.ഡി. സതീശൻ നമ്മൾ പറയാനുള്ളതും നമുക്ക് പറയാനുള്ള കാര്യമായി പറയുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് കേട്ടിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത്, അച്ഛാ എത്രയും കൂടുതൽ മഴയുള്ളത് നമുക്കാണ്. ഷവേഴ്സ്, മഴ, ഇഷ്ടം പോലെ മഴയാണ്. പക്ഷേ ഈ മഴയൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് വെള്ളപ്പൊക്കം വന്ന് നമ്മൾ ചാകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം ആ വെള്ളം മുഴുവൻ നമ്മുടെ വീട്ടിലും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ, ഇന്ന് വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ ഇന്ന് എല്ലായിടും ഉണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. അടുത്ത ട്രെയിനെ കയറ്റി വിട്ടാലും പോകാം. ഇതോൾ ഞാൻ അത് മാത്രമല്ല, വെള്ളം ശുദ്ധീകരിച്ചെടുക്കാം, അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. മഴ നമുക്ക് അത് ടൂറിസം ആക്കാം, എന്തുമാണ്. 3 ഇനി ഏതാ 4ാമത്തെ എസ്, സാൻഡ്. ഈ കരിമണൽ മാത്രമല്ല, ലോകത്തിലുള്ള മണൽ മുഴുവൻ നമ്മുടെ ചേർത്തലയിലെ
ഇതെല്ലാം ഉണ്ടാക്കിയാൽ ഇവിടെ ജോലിക്ക് ആളെ കിട്ടത്തില്ല. നമ്മളിപ്പം നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഇഷ്ടം പോലെ ജോലിയായി. നമ്മളെ തന്നെ നമുക്ക് തന്നെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം. ഇവിടെയാണ് നമ്മുടെ ബ്രാൻഡ് വാല്യൂ നമ്മൾ കൂട്ടണമെന്ന് തോന്നുന്നത്. കേരള ആസ് എ ഗുഡ് ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഞാനിപ്പം പുതിയ പുതിയ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഞാൻ ഇനി എടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇൻവോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഇൻവോൾവ് ചെയ്യണം. അടുത്ത എസ് പറഞ്ഞു ഇല്ലയോ? ഏറ്റവും വലിയ ഞാൻ പറഞ്ഞ സൺ ഞാൻ പറഞ്ഞില്ലല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം. സൺ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്താൽ ഇന്ന് മുഴുവൻ നമുക്കുള്ള കറണ്ട് കിട്ടും. ഇവിടെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് KSEB വെറുതെ ബഹളം പറയുന്നത് ഞാൻ പറയും. അവർ ചെന്ന് ഇത് ഞങ്ങളുടെ ഗ്രിഡിലോട്ടൊക്കെ. ഞാനത് കേരളം തൊട്ട് അവരോട് ചർച്ച ചെയ്യുന്ന അത് ടൂ മച്ചാണ് കറണ്ട് വരുന്നത്, അതുകൊണ്ട് മനുഷ്യർക്ക് കാശ് കൊടുക്കത്തൊന്നുമില്ല, ഒന്നും ആവശ്യമില്ല. ജർമ്മനിയിലെ അവിടുത്തെ എല്ലാ മനുഷ്യർക്കും സോളാർ വെച്ചാൽ അവർക്ക് കാശ് കിട്ടുക, നമ്മളിവിടെ കിട്ടത്തില്ലെന്ന് മാത്രമല്ല അത് എങ്ങനെ നിന്ന്. അപ്പം നമ്മുടെ ഗ്രിഡിന് പവറില്ല, അതൊക്കെ മാറ്റിയാൽ പോരെ. ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാം, എന്നിട്ട് രാത്രി പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ. അയ്യോ, ഇടുക്കിയൊക്കെ ആവശ്യമുള്ളപ്പം ഓൺ ചെയ്താൽ പോരെ. ഇതന്നെ പകൽ സമയത്ത് ഞാൻ അതിനൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമാണ് സണ്ണായില്ലയോ. ഇനി അടുത്തത് ഏറ്റവും വലിയ ആണ് നമ്മുടെ സ്ട്രോങ് ഹൈ റേഞ്ചസ്. നമുക്ക് ഇടനാട്, തീരപ്രദേശം, മലനാട്, ഈ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചെയ്യാം. നമ്മൾ പണ്ട് തേയില നമ്മൾ ഹൈപ്പ് തന്നിട്ടുണ്ട്, പണ്ട് നമുക്ക് റബ്ബർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയൊന്നും ആര് പറഞ്ഞു ഇതവരോട്? അതുകൊണ്ട് ഇവിടെ എൻവയൺമെന്റ് ഒരു ഗവൺമെന്റും പോകത്തില്ല. കാരണം വെള്ളപ്പൊക്കം വന്നാൽ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ഇല്ലയോ ബുദ്ധിമുട്ടുണ്ടായത്. സോ പ്ലാൻ സിസ്റ്റമാറ്റിക്കലി. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ ഈ AI വരുന്ന കാലഘട്ടത്താണ് നോളജ് വർക്കറാകാൻ പറ്റുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടനാട്ടിലെ തൊഴിലാളി ഒരു നോളജ് വർക്കറായിരിക്കണം. മാനുവൽ വർക്കറാണ്, അതേ സമയത്ത് അത് വേണ്ടത് നോളജ് വർക്കറാണ്, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കൾ മുഴുവൻ മിക്കവാറും വേറെ എങ്ങാണ്ട് പോവുക, ആ പണി ചെയ്യത്തില്ല. അതുകൊണ്ട് അവിടെ പണിയാൻ ആളില്ല. കാരണം അത് നോളജ് പണിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ നമ്മുടെ ബോട്ടുകളും ഒക്കെ എല്ലാം ഇന്നിപ്പോഴും ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടും ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കും ഇതിനെയൊക്കെ. കാരണം അവർക്കിതിനൊരു പാഷൻ ഉണ്ടാകണം, അവർക്കിതിനപ്പുറത്തേക്കൊരു പണം കിട്ടുമെന്ന് തോന്നുന്നതും ഒക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ വേറൊരിടത്ത് മൈഗ്രേഷൻ പോകുന്നതും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇവിടെ ഏറ്റവും വലിയ വേൾഡാണ് നമുക്കുള്ളത്. ഇത്രയും റിസോഴ്സസ് നാച്ചുറലി ഉണ്ട്. അതാണ് ഞാൻ നമുക്ക് തിരിച്ചു വരുമ്പോഴേ നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അച്ഛൻ കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ മേഖലയെ, വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തിലേക്കായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്, നാളെ സംഭവിക്കാൻ സാധ്യത? ഞാൻ അത് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. നോളജ് എക്കോണമി എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേ നമുക്ക് പറ്റത്തുള്ളൂ. അതിനകത്താണ് AI വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നോളജ് എഡ്യൂക്കേഷൻ ആൻഡ് AIയിൽ നമ്മൾ വളരെയധികം ഇരിക്കേണ്ടത്. അതെല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പമാണ്. ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അത് മൊബൈൽ തന്നെ ഉപയോഗിച്ചൊക്കെ അതുകൊണ്ട് ബ്രെയിൻ പോകുമൊന്നുമല്ല. ബ്രെയിൻ കൂടുതൽ പവർഫുൾ ആണ്. നമുക്ക് പണ്ടുണ്ടായിരുന്നേക്കാട്ടിൽ കൂടുതൽ സ്പേസും ടൈമും ഒക്കെ ഉണ്ട് നമുക്കിപ്പോഴേ. പക്ഷെ നമ്മളിത് ഇല്ല എന്നുള്ളത് രീതിയിൽ ഒരു മൈൻഡ് ക്രിയേഷൻ. അപ്പം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം നമ്മൾ മാറ്റണം. അത് പഠിക്കുന്ന കുട്ടിക്ക് മാറണം, സാറും മാറണം, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും മനസ്സിലാക്കണം. കേരള ഗവൺമെൻറ്റിനും മാറണം. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു വലിയ ചേഞ്ച് വരുന്നത്. കാരണം അത്രമാത്രം ചേഞ്ച്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഓട്ടോണമി, ഓരോ കോളേജും ഒരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി പോലെ ആവണം. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യം മാറേണ്ടിയിരിക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ്, ടീച്ചേഴ്സിന്റെ തിങ്കിങ് പാറ്റേൺ. എന്നോട് ഇത് പറഞ്ഞു ഈയിടെ ഒരു കോളേജ് 100-200 വർഷമുള്ള കോളേജ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആക്കത്തില്ലെന്ന്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തരത്തില്ലയോ, ഓട്ടോണമസ് ഇല്ലയോ, നിങ്ങൾക്കത് യൂണിവേഴ്സിറ്റി ആകത്തില്ലയോ? അപ്പം അവർ പറയാം ഞങ്ങൾ ചെയ്യത്തില്ല. എന്നറിയോ കാരണം? പണിയെടുക്കണം, ചിന്തിക്കാൻ തുടങ്ങണം, തന്നെത്താൻ ചെയ്യണ്ട. ഇതിപ്പോ എന്നറിയോ, ശമ്പളം കിട്ടും.
ഞാനിത് പറയുന്നൊരു കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞത് ശമ്പളം കൊടുക്കുന്നതിന് ആർക്കും പ്രശ്നമില്ല. ഗവൺമെന്റിൽ നിന്ന് എല്ലാവരും ശമ്പളം കൊടുക്കുകയാണ്. ആ പുള്ളി ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും യൂണിയൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അടുത്തത് ഒരു പ്രശ്നം എന്നറിയോ, അവർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്ക്. അതായത് ഈ ഞാൻ പറയുന്നതാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഫീസ് കൊടുക്കുക, ഗവൺമെൻറ് ഫ്രീ കൊടുക്കണം, സാർമാർക്കൊന്നും കൊടുക്കല്ല, അവർ അതിൻ്റെ വൗച്ചേഴ്സ് മാത്രം മേടിക്കണം. അപ്പോൾ എല്ലാ കോളേജും ഇടിച്ചാൾ വരും. ഇപ്പം ഞാൻ ചോദിച്ച ലുലു മോളിൽ നമ്മളെല്ലാം ചെല്ലുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നല്ല സാധനം കിട്ടുന്നതുകൊണ്ടാണ് അവർ കാശ് മേടിക്കുന്നത്, അല്ലേ? നമ്മുടെ കാശ് കൊണ്ടല്ലേ അവിടെ ചെല്ലുന്നത്. അതായത് ഒരു കുട്ടി ഈ വയസ്സായും കൊണ്ട് അങ്ങോട്ട് ചെല്ലുക, എനിക്ക് ഇന്ന വിദ്യാഭ്യാസം തരുന്നതെങ്കിൽ എനിക്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട് ഈ കാശ്, ഞാൻ അങ്ങോട്ട് അങ്ങനെ എന്ത് ചെയ്യും? ഒരു 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 അതൊന്നും സാധിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്ന ഒരു 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 മിസ്റ്റിഫൈ ചെയ്ത് തിങ്ക് ചെയ്യുന്നുള്ള കാര്യം. അങ്ങനൊന്നുമില്ല. കാരണം ഇതൊരു എക്കോണമിക്കൽ ആക്ടിവിറ്റി തന്നെയാണ് നോളജ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളതായ ഉണ്ടാക്കണം. അതാണ് അത് കേരളം ലീഡ് ചെയ്യാൻ പറ്റണം. ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ IIT പോലും ഒരു റിലീജിയന്റെ ഒരു അതിപ്രസരം വൈജ്ഞാനിക മേഖലയിൽ കടന്നു പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു യഥാർത്ഥ ഇന്റലക്ച്വൽ ഗ്രോത്തിന് പകരം വളരെ ഒരു എന്താണ് ആ രംഗം പോലും മതം കഴിഞ്ഞാൽ മതാത്മകത, റിലീജിയോസിറ്റി ഓവറായിട്ട് കയറിയിട്ടുള്ള ഒരു സാധനം കാണുന്നുണ്ട്. അച്ഛൻ ഇത് പറഞ്ഞ നല്ലതാണ്. അത് ഞാൻ എഴുതിയ പുസ്തകമാണല്ലോ മതം ഒരു സ്വകാര്യത. മതം ഒരു സ്വകാര്യതയായിരിക്കണം. മതം ഒരു പബ്ലിക് ഇതിൽ കൊണ്ടുവരില്ലേ. അതിനെ കണ്ടിന്യൂസ്, അതിൻ്റെ ആ പുസ്തകത്തിനകത്ത് എനിക്ക് ഇംഗ്ലീഷിനകത്ത് ടു റീ ഇമാജിൻ ആൻഡ് റീക്ലെയിം. റീ ഇമാജിൻ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവവും നമ്മുടെ മതവും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും മതവും ആണ്. അപ്പം ക്രിസ്ത്യൻ മതമാണല്ലോ. ഞാനിപ്പം പണ്ടങ്ങാണ്ട് നമ്മൾ ചെയ്തതുപോലെ ഇപ്പോഴും ചെയ്യണമെന്ന് പറയുന്നത് അത് മണ്ടത്തരമാണ്. അതാണ് കണ്ടിന്യൂസ് ഇൻ്റർപ്രറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ പ്രസക്തി മാറുന്നതനുസരിച്ച് മാറണം. രണ്ടാമത്തെ റീക്ലെയിം, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോഴേ മതത്തെ ഇപ്പം നമ്മൾ തിരിച്ചു പിടിക്കണം. അച്ഛനും ഞാനും ഒക്കെ എൻ്റെ മതം ഇപ്പം പഴയ മുതൽ എല്ലാവരും കൂടി അതെടുത്തിട്ട് പോയിരിക്കാം എന്ന് പറഞ്ഞാൽ ചോദിച്ചറിയോ, ഇപ്പൊ എന്റെ കയ്യിലില്ല ഇത്. മതം ഒരു പുരാവസ്തു വകുപ്പ് പോലെ ആരാണ്ട് എടുത്തിട്ട് പോയി. ഞാൻ ചെറിയ പറയണമെങ്കിൽ ഇവൻ സത്യം പറഞ്ഞാൽ പള്ളികളിലേക്ക് അല്ലെ പള്ളിയിലോ അമ്പലത്തിലും ഒക്കെ രാഷ്ട്രീയക്കാരെല്ലാം കയറിയിരിക്കുക. നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു സാധനം അവർ കയറിയിട്ട് അവിടെ കയറി അവർ കുർബാന ചൊല്ലുകയും അവർ കയറി മതം പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാണ്. കണ്ടോ, നമ്മൾ കിടക്കേണ്ട ബേസിക്കായിട്ട് ആത്മീയതയില്ല. അതിന്റെ കൂതാശ ചെയ്യാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാവാണ് പോകുന്നത്, അല്ലെ അതിന്റെ ശില ഇടുന്നതിന് പോകുന്ന രാഷ്ട്രീയ നേതാവാണ് പോകുന്നത്. മതം അതാണെങ്കിൽ ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല. ഇപ്പം നമ്മള് റീക്ലെയിം, മതങ്ങൾ തന്നെ റീക്ലെയിം ചെയ്യണം നമ്മുടെ മതത്തിന് എവിടെ കിടക്കണം എന്നുള്ളത്. അല്ലെ ടെററിസ്റ്റ് ആയിരിക്കും അത് അടിച്ചോണ്ട് പോയിരിക്കുന്നത്. ഇപ്പൊ ടെററിസ്റ്റാ പറയുന്നത് ഞങ്ങളുടെ മതം എങ്ങനെയാണെന്ന്. കേട്ടോ, ഞാനത് 3 പേര് കൂടിയാണ് ഈ മതത്തെ അടിച്ചു മാറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറഞ്ഞത്. ഒന്ന് പൊളിറ്റീഷ്യൻ, രണ്ടാമത് ടെററിസ്റ്റ്, മൂന്നാമത്തെ ആൾ ദൈവങ്ങൾ. അപ്പം ഞാനും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അച്ഛൻ വലിയച്ഛൻ രാവിലെ എന്നെ ഇന്നലെ രാത്രിയിൽ ദൈവം എന്നെ കണ്ടുപിടിച്ചു, അപ്പം ഞാൻ നാളെ മുതൽ സ്വർഗത്തിൽ പോയി, ഇന്നലെ രാത്രി ഞാൻ സ്വർഗത്തിൽ പോയി, ഇങ്ങനെയായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒത്തിരി സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അടുത്തടുത്തുണ്ടല്ലോ. ചുമ്മാ മണ്ടത്തരങ്ങളൊക്കെ പറയുക. ഒരു ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു സാധനങ്ങളെല്ലാം നടക്കുക ഇവിടെ എല്ലാം, ഇല്ലയോ? മനുഷ്യരെങ്ങനെയല്ലേ പോകുന്നത്? അപ്പം മനുഷ്യൻ ക്രിട്ടിക്കൽ കാലഘട്ടം നശിപ്പിച്ചു എന്ന് പറയും. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ കുറഞ്ഞു. അതാണ് അതിന്റെ ഭാഗം അച്ഛന് ഈ സാർ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ 2 ലോ വൈട്ട വൈദികര് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇപ്പൊ പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പറ്റിയാണ്, നോളജ് ഇക്കോണമിയെ പറ്റിയാണ്. അത് ഒരു മതത്തിന്റെയോ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെയോ മാത്രം വിഷയമല്ല, മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള സംഗതിയാണ്. അപ്പൊ ഈ മതങ്ങൾ തമ്മിൽ അവർ ഏത് ട്രഡീഷൻ ആണെങ്കിലും
പരസ്പരം മല്ലിടാനുള്ളവരോ മത്സരിക്കാനുള്ളവരോ അല്ല, പരസ്പരം സഹകരിക്കാനുള്ളവരാണ്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തിലൂടെ ഒരു നോളജ് ഇക്കോണമി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ മനുഷ്യവംശവും ഈ പ്രപഞ്ചം മുഴുവന്റെയും നിലനിൽപ്പ് അതിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുന്ന സാധനം എൻ്റെ പേഴ്സണൽ ആയിരിക്കണം. കീപ് മൈ റിലിജൻ പ്രൈവറ്റ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അത് എക്സ്പോസ് ചെയ്യുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. അല്ല, അത് പ്രഘോഷിക്കേണ്ടെന്നല്ല പറയുന്നത്. അത് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് അതാണ്. എനിക്ക് പുസ്തകത്തിനോട് പലരും പറയും അത് ദൈവം അല്ല, എല്ലാവരുടെയും ഇല്ല. അത് ഞാൻ ജനിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഈ മതം കണ്ടെത്തിയത്. അതിന് മുമ്പ് ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ വീട്ടിൽ ഞാൻ ജനിച്ചുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനി ആയതും ഞാൻ എല്ലാം ആയതും ഒക്കെ. അപ്പം നമ്മുടെ സാഹചര്യത്തിലാണ് നമ്മൾ വളർന്നത്. പക്ഷെ നമ്മളത് കൊടുത്താൽ ഇതാണ് എല്ലാം എന്ന് പറയല്ലേ, അതാണ് പ്രശ്നം. അപ്പം മതം ഒരു സ്വകാര്യമായ ഒരു കാര്യമാണ്. നമ്മളേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പബ്ലിക്കിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞൊരു 3 പേര് കൂടി അത് അടിച്ചു മാറ്റി അവരെ റീക്ലെയിം ചെയ്യണം. ഒന്ന് പൊളിറ്റീഷ്യൻ, രണ്ടാമത് ടെററിസ്റ്റ്, മൂന്നാമത് ആൾദൈവങ്ങൾ. അപ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്. ഞാൻ അതുകൊണ്ട് ടോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് അതിനാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് കൂട്ടണം. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമുള്ളത്. എല്ലാവിധമായ ആശംസകൾ എല്ലാവർക്കും. താങ്ക് യു.